ഹലോ ഫ്രണ്ട്സ്, നമ്മൾ NCERT സീരീസിലെ ക്ലാസ് 7ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് NCERTയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാഗമാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആ ക്ലാസ് എന്ത് ചെയ്യാം, വിശദമായിട്ട് തന്നെ ക്ലാസ് പഠിച്ചു പോകാം. പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ പോയിന്റുകൾ കുറച്ച് പഠിക്കാനുണ്ട്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ LD ലെവൽ എക്സാം, കഴിഞ്ഞ ജില്ലകളിൽ നടന്ന എക്സാമിനൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സിനൊക്കെ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നാണ്. അതായത് NCERT ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അത് പഠിച്ചേ പറ്റൂ. കാരണം വരാൻ പോകുന്ന ജില്ലക്കാർക്ക് അത് പഠിച്ചേ തീരൂ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രപതിയുടെ പങ്ക് എന്താണ്? അതാണ് ഫസ്റ്റ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഈ ബോക്സ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. 1970 പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? അവർക്കൊക്കെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. 1977 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം കൂടുതൽ മത്സരാധിഷ്ഠിതവും പല സന്ദർഭങ്ങളിലും ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. എപ്പോഴാണ് ഞാൻ പഠിക്കേണ്ട പോയിന്റ് വരുന്ന സമയത്ത് അവിടെ ഒന്നും കൂടി പോയിന്റ് എന്ത് ചെയ്യുക, ഒന്നും കൂടി സ്ട്രെസ് ഊന്നിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. 1977 ശേഷമാണ് കേട്ടോ ഇന്ത്യൻ രാഷ്ട്രീയം എന്ത് ചെയ്തത്, കൂടുതൽ മത്സരാധിഷ്ഠിതമായത്. അത്തരം സാഹചര്യത്തിൽ രാഷ്ട്രപതി എന്താണ് ചെയ്യുക? 1998 തെരഞ്ഞെടുപ്പിൽ BJPക്കും കക്ഷികൾക്കും എത്ര സീറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു? 251 സീറ്റാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂരിപക്ഷത്തിന് 21 സീറ്റ് കുറവുണ്ടായിരുന്നു. 21 സീറ്റ് കൂടി കൂട്ടിയാൽ പ്ലസ് 21 കൂടി കൂടിയാലേ എന്തുള്ളൂ, ഭൂരിപക്ഷം ഉള്ളൂ. പക്ഷെ 21 സീറ്റോടെ കുറവാണ് ഉണ്ടായത്. രാഷ്ട്രപതി KR നാരായണൻ ആരാണ്? രാഷ്ട്രപതി KR നാരായണൻ വളരെ ജാഗ്രതയോടെയുള്ള നടപടിക്രമമാണെന്ന് സ്വീകരിച്ചത്. കാരണം ഭൂരിപക്ഷമില്ല. ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയുടെ നേതാവായിരിക്കുമല്ലോ പ്രധാനമന്ത്രിയായിട്ട് വരിക. നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ അങ്ങനെയാണ് അല്ലേ. അപ്പോൾ അന്ന് എന്തായാലും ഭൂരിപക്ഷമില്ല. അപ്പൊ KR നാരായണൻ വളരെ ജാഗ്രതയോടെ എന്ത് ചെയ്തു, ഒരു നടപടിക്രമം സ്വീകരിച്ചു. എങ്ങനെയാണ്? സഖ്യത്തിന്റെ നേതാവായ അടൽ ബിഹാരി വാജ്പേയിയോട് അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ സാധൂകരിക്കുന്നതിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്പൊ നമുക്ക് ഇലക്ഷനിൽ പാർട്ടിയിൽ പറയുമ്പോൾ ഒരുപാട് പാർട്ടികൾ ഉണ്ടാവില്ലേ. ഇപ്പൊ 1, 2, 3, 4 അങ്ങനെ ഇഷ്ടം പോലെ പാർട്ടികൾ ഉണ്ടാവും. അപ്പൊ അതിൽ ഒരു പാർട്ടിയായിരുന്നു ആരുടേതാണ് അന്ന് മത്സരിച്ചത്? AB വാജ്പേയിയുടെ ഗവൺമെന്റ് ആയിരുന്നു. അപ്പൊ നമുക്കറിയാം ഇവിടെ BJP നേരത്തെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? KR നാരായണൻ എന്ത് ചെയ്തു? മറ്റു പാർട്ടികളുണ്ടല്ലോ അവരോടും കൂടിയിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഈ പാർട്ടിയെ അനുകൂലിക്കാൻ ആരൊക്കെ തയ്യാറാണ് എന്നുള്ളൊരു ഇത് മുന്നോട്ട് വെക്കുകയും അപ്പൊ ഒരുപാട് പാർട്ടിക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? AB വാജ്പേയിക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിന്നിരുന്നു. അപ്പൊ അന്ന് KR നാരായണൻ എന്ത് ചെയ്തു? രാഷ്ട്രപതി അദ്ദേഹം ഈ ഒരു നടപടിയാണ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ രേഖകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല അധികാരത്തിലേറി 10 ദിവസത്തിനുള്ളിൽ വിശ്വാസ വോട്ട് തേടാനും ആവശ്യപ്പെട്ടു. അധികാരത്തിലേറിയിട്ട് എത്ര ദിവസത്തിനുള്ളിലാണ്? 10 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തു? വിശ്വാസ വോട്ട് തേടാനും രാഷ്ട്രപതി ആവശ്യപ്പെട്ടപ്പോൾ 1900 ഇപ്പൊ ഇവിടെ പറയുന്നത് 1977 കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൂടുതൽ നല്ല രീതിയിൽ തന്നെ മത്സരാധിഷ്ഠിതമായിരുന്നു. കാരണം ഓരോരോ പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള എന്തായിരുന്നു, ലീഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അന്ന് BJP സർക്കാർ 1998 അന്ന് AB വാജ്പേയി ഗവൺമെന്റും അതുപോലെ കൂടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസും എല്ലാവരും ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ മത്സരിക്കുന്ന സമയത്ത് അന്ന് ഭൂരിപക്ഷം ആർക്കുണ്ടായിരുന്നില്ല? കൂടുതൽ സീറ്റ് എന്താണ് 251 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ആർക്കുണ്ടായിരുന്നില്ല? BJPക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? ഒരു വോട്ട്, അതായത് വോട്ടിൽ ഏറ്റവും കൂടുതൽ ആരാണോ സീറ്റിലെ വോട്ട് നേടുന്നത് അവരുടെ നേതൃത്വമായിരിക്കും, ആ പാർട്ടിയായിരിക്കും ഇത് ചെയ്യുക, പ്രധാനമന്ത്രി പദത്തിൽ അലങ്കരിക്കുക. അപ്പൊ അന്ന് ആ ഭൂരിപക്ഷം കേൾക്കാതിരുന്നപ്പോൾ അന്ന് രാഷ്ട്രപതി KR നാരായണനായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെക്കണല്ലേ, അദ്ദേഹത്തിന്റെ നടപടികളിലൂടെയാണ് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് എന്ത് ചെയ്തു? അടൽ ബിഹാരി വാജ്പേയിയുടെ, അതായത് അദ്ദേഹത്തിന് കുറെ നല്ല കാര്യങ്ങൾ അന്ന് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു, അടൽ ബിഹാരി വാജ്പേയി. അപ്പൊ അതിനെയൊക്കെ മുൻനിർത്തി കാണിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആർക്കൊക്കെയാണ് താല്പര്യം എന്നുള്ളത് അറിയിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികളിലേക്ക് രേഖകൾ ഹാജരാക്കാനൊക്കെ ആവശ്യപ്പെട്ടു. പിന്നെ എന്തു പറഞ്ഞു? അപ്പൊ കുറെ പാർട്ടികൾ എന്ത് ചെയ്തു? ഇവർക്ക് പിന്തുണച്ചു കേട്ടോ. പിന്നെ അധികാരത്തിലേറി 10 ദിവസത്തിനുള്ളിൽ വിശ്വാസ വോട്ട് തേടാനും രാഷ്ട്രപതി എന്ന് ആവശ്യപ്പെട്ടു. ആരായിരുന്നു രാഷ്ട്രപതി? KR നാരായണൻ. ഓക്കെ, മിക്കപ്പോഴും രാഷ്ട്രപതി ഔപചാരികമായ ആധികാരിയും അലങ്കാരിയും രാഷ്ട്രത്തലവനും മാത്രം ആണ്. കാരണം നമുക്കറിയാം അല്ലെ, തീരുമാനങ്ങളെല്ലാം അവിടെ നിയമനിർമ്മാണം നടത്തുന്നത് നമുക്കറിയാം പാർലമെന്റ് ആണ് അറിയാം. അപ്പോൾ അവിടെ നമ്മൾ ഇതെല്ലാം കൊടുത്ത് ലാസ്റ്റ് ഒരു ഒപ്പിടാനാണ് ആർക്ക് കൊടുക്കുന്നത്? രാഷ്ട്രപതിക്ക് കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഔപചാരികമായ ആധികാരിയും ആലങ്കാരികമായ രാഷ്ട്രത്തലവനും മാത്രമാണ്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രപതി ആവശ്യമുണ്ട് എന്നത് നിങ്ങളെ അതിശയിപ്പിച്ചേക്കാം. പാർലമെന്ററി വ്യവസ്ഥയിൽ മന്ത്രിസഭ നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം
ഭൂരിപക്ഷത്തെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അറിയാലോ, മന്ത്രിസഭ എന്ന് പറയുന്നത് തന്നെ ആരാണ് ഭൂരിപക്ഷത്തോടു കൂടി വരുന്നത് ആ പാർട്ടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മന്ത്രിസഭ അലങ്കരിക്കുക അല്ലെ. ഏത് സമയവും മന്ത്രിസഭ പുറത്താക്കപ്പെടുകയും പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്യാം. അറിയാലോ, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ നിലവിൽ വരുന്ന സമയത്ത് ആ പാർട്ടി തന്നെ എന്ത് ചെയ്യും, മന്ത്രിസഭ പുറത്താകും അല്ലേ. അവന് ഇത്തരം സാഹചര്യത്തിൽ പ്രതീകാത്മകമായി രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിനും പ്രധാനമന്ത്രിയെ നിയമിക്കാനും ചുമതലയുള്ള ഒരു രാഷ്ട്രപതി ആവശ്യമാണ്. കണ്ടോ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ അന്ന് രാഷ്ട്രപതിയായ KR നാരായണന്റെ യുക്തിപരമായിട്ടുള്ള നടപടികളിലൂടെ അതിനെ എന്ത് ചെയ്തു, നല്ല രീതിയിലേക്ക് അന്ന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പൊ അവിടെ ഒരു രാഷ്ട്രപതി ഉള്ളത് കൊണ്ടല്ലേ, അതുകൊണ്ടാണ് ആ രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കാൻ ചുമതലയുള്ള രാഷ്ട്രപതി ആവശ്യമാണ്. അതാണ് രാഷ്ട്രപതിയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇതാണ് സാധാരണ സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിയുടെ കർത്തവ്യം. ഇത് കൂടാതെ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥ വന്നാൽ ഗവൺമെന്റിനെ നയിക്കാൻ ഒരു പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധിക ബാധ്യതയും പ്രസിഡന്റിനുണ്ട്. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമ്മൾ അവിടെ ഒന്നും ചുരുങ്ങില്ല. കാരണം നോക്കിക്കേ, അതാണ് നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഭൂരിപക്ഷം ഇല്ലാതെ BJP ഗവൺമെന്റ് വന്നപ്പോൾ അന്ന് യുക്തിപരമായിട്ട് KR നാരായണൻ ഇടപെട്ടത് കൊണ്ടാണ് അന്ന് എന്ത് ചെയ്തത്, അന്ന് ഗവൺമെന്റിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അതിന് കഴിവ് വേണം, കഴിവ് വേണ്ടേ. അപ്പോ അതായത് ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥയായിരുന്നു അല്ലേ അന്ന്. അപ്പൊ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത, പോയിന്റ് നോട്ട് ചെയ്ത് പഠിച്ചോ, വെരി ഇമ്പോർട്ടന്റ്. ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥ വന്നാല് ഗവൺമെന്റിനെ നയിക്കാൻ ഒരു പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധിക ബാധ്യതയും ആർക്കുണ്ട്, ഇന്ത്യൻ രാഷ്ട്രപതിക്കുണ്ട്. ഇനി നമുക്ക് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിൽ രാഷ്ട്രപതിയുടെ പങ്ക് എന്താന്നുള്ളത് നമ്മൾ അവിടെ ഒന്ന് നോക്കി വെച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ. ക്ലാസ് എടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകും കേട്ടോ കൂട്ടുകാരെ. കാരണം എന്നാലല്ലേ എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ അതിൽ മാറ്റം വരുത്താനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ലേ നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്, അതായത് എന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ കുറിച്ച് നമുക്ക് നോക്കാം. ആരാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി, ആരാണ്, ജഗദീപ് ധൻകർ അല്ലെ. ആരാണ്, ജഗദീപ് ധൻകർ ആണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയെ എത്ര വർഷത്തേക്കാണ്, ഓരോരോ പോയിന്റ് നോട്ട് ചെയ്യണേ. ഒരു പോയിന്റ് നോട്ട് ചെയ്തേ, 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള രീതി തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നത് ഇവിടെ നിന്നല്ലേ, ഈ ബോക്സ് വന്നിരിക്കുന്നത്. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനും സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അവിടെ അവർ ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മൾ നോർമലായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇലക്ട്രൽ കോളേജ് എന്നുള്ളത് രണ്ടിലും വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, ഒരു പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പില് എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിൽ ആരൊക്കെ ആയിരിക്കും ഒരു രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിൽ, ലോകസഭ, രാജ്യസഭ, പിന്നെ സംസ്ഥാന നിയമസഭ അല്ലെ. ഇതെല്ലാം കൂടി, ഈ മൂന്നും കൂടി ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക. പക്ഷെ ഒരു വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആര് മാത്രമേ ഉള്ളൂ, ലോകസഭ ആൻഡ് രാജ്യസഭ മാത്രമേ ഉള്ളൂ. അവിടെ ആര് വരുന്നില്ല, സംസ്ഥാന നിയമസഭ വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഇട്ടത് എന്നുള്ളത് നമുക്ക് എന്താണ് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ പക്ഷെ അവർ ഉദ്ദേശിച്ചിട്ടാകുക എന്താണ്, ഇലക്ട്രൽ കോളേജ്. പക്ഷെ അതിൽ ഒരു താഴെ ഒരു പോയിന്റ് ഉണ്ട്, അതൊന്നും കൂടി നോട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞതാണെങ്കിൽ ആ ഉത്തരം എന്താണ്, വിദ്യാർത്ഥികളെ അങ്ങോട്ട് കുഴപ്പത്തിലാക്കാതെ പോകായിരുന്നു. പക്ഷെ താഴെ പോയിന്റ് കിടക്കേണ്ട കറക്റ്റ് ആയിട്ട്. എന്നാൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെന്റിലെ ഇരു സഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലേ. കാരണം ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗം മാത്രമേ ആരെ തെരഞ്ഞെടുക്കുന്നതിലുള്ളൂ, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിലുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് പഠിച്ചോ, ഒരു പോയിന്റ് പഠിക്കേ. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. പഠിച്ചു. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നില്ല അതേ രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്, സ്വീകരിച്ചിട്ട് പഠിച്ചോ. 2, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെന്റിലെ ഇരു സഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, ലോകസഭയിലെയും രാജ്യസഭയിലെയും. 3 പോയിന്റ് പഠിച്ചോ. സംസ്ഥാന നിയമസഭാംഗങ്ങൾ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമല്ല. പഠിച്ചോ. 4ാമത്തെ പോയിന്റ് പഠിച്ചോ. സംസ്ഥാന നിയമസഭാംഗങ്ങൾ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമല്ല. ഏത് ഇലക്ട്രൽ കോളേജിന്റെ, രാഷ്ട്രപതിയുടെ ആണോ? അല്ല, ഉപരാഷ്ട്രപതിയുടെ. രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും, പഠിക്കണം, രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയം. ഇതിന്റെ താഴെ നിന്നുള്ളായിരിക്കും നാളെ വരാൻ പോകുന്ന ഒരു എക്സാമിന് വരുന്നത് കേട്ടോ. കാരണം ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഇട്ടിട്ടില്ല, അപ്പൊ തീർച്ചയായിട്ടും വരും. അപ്പൊ ഒരു വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് നോക്കൂ, രാജ്യസഭ. കാരണം രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് ആര് വരുന്നത്, രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് ആര്, വൈസ് പ്രസിഡന്റ് അല്ലെ, രാജ്യസഭയുടെ. അപ്പൊ രാജ്യസഭയെ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം.
ഓക്കെ, രാജ്യസഭയായിരിക്കണം എന്ത് ചെയ്യുന്നുണ്ട്, ഭൂരിപക്ഷത്തോടും, അതായത് 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യണം, ലോകസഭ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ രാഷ്ട്രപതിയെ പുറത്താക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പഠിച്ചോ? 5ാമത്തെ പോയിന്റ് പഠിച്ചോ? 5 പോയിന്റ്. രാജ്യസഭ ഭൂരിപക്ഷത്തോടെ 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയിട്ട് അത് ലോകസഭയ്ക്ക് കൈമാറും. ആ ലോകസഭ എന്ത് ചെയ്യുന്നു, അത് അംഗീകരിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പൊ എന്ത് ചെയ്യാം, ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ക്വസ്റ്റ്യൻ വരും, ഓപ്ഷനൊക്കെ കാണുന്ന സമയത്ത് ഇവിടെ ലോകസഭ എന്നൊക്കെ ഉണ്ടാകും, ലോകസഭയുടെ ഉപാധ്യക്ഷൻ എന്നൊക്കെ പറയും. അല്ല, രാജ്യസഭയ്ക്കാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. പഠിച്ചോ? 6 പോയിന്റ് പഠിച്ചോ? ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. മരണം, രാജി, പുറത്താക്കൽ, അതായത് ഇംപീച്ച്മെന്റ് എന്നീ കാരണങ്ങളാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വരുമ്പോൾ ഉപരാഷ്ട്രപതി എന്ത് ചെയ്യും, രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതാണ്. പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെയോ പരമാവധി 6 മാസം വരെയോ മാത്രമേ ഉപരാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത് ഉപരാഷ്ട്രപതി എന്ത് ചെയ്യും, രാഷ്ട്രപതിയുടെ സ്ഥാനം വഹിക്കും. എത്ര മാസത്തേക്ക് മാത്രമേ പറ്റുള്ളൂ, 6 മാസത്തേക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ. രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ്, അത് എപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി നോക്കൂ, രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ച സമയത്ത് പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെ ഉപരാഷ്ട്രപതിയായിരുന്നത് ആരായിരുന്നു, BD ജെട്ടി രാഷ്ട്രപതിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി പ്രധാനമന്ത്രിയും നമ്മുടെ മന്ത്രിസഭയും, പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് സൂചിപ്പിക്കാതെ ഗവൺമെന്റിനെ കുറിച്ചോ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ കുറിച്ചോ ചർച്ചകൾ ഉണ്ടാകാറില്ല അല്ലെ. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കിക്കേ, എപ്പോഴും പ്രധാനമന്ത്രിയും മന്ത്രിസഭയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഏറ്റവും മുൻതൂക്കം ആർക്ക് തന്നെയാണ്, പ്രധാനമന്ത്രി. നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ, ഇതാ പ്രധാനമന്ത്രി, ഇതാ മുന്നിൽ പോകണം, ബാക്കിലൊക്കെ അണികളുണ്ട് അല്ലെ, മന്ത്രിമാരുണ്ട്. കാരണം നമുക്കറിയാം, എപ്പോഴും മന്ത്രിമാർ മുന്നിൽ നടന്നിട്ട് പ്രധാനമന്ത്രി ബാക്കിൽ നടക്കുവോ, ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി മുന്നിൽ നടക്കാതെ മന്ത്രിമാര് മുന്നിൽ നടക്കുവോ, ഇല്ല. അപ്പൊ അതാണ് എന്താണ് പ്രധാനമന്ത്രിയുടെ പദവി. നോക്കിക്കേ, നമുക്ക് ആ പിക്ചർ വൈസ് ആയിട്ട് തന്നിട്ടുണ്ടല്ലേ, കാർട്ടൂൺ ആയിട്ട്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ അനുസരണമാണ് രാഷ്ട്രപതി തന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നത്. പഠിച്ചോളൂ കേട്ടോ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശമനുസരണമാണ് രാഷ്ട്രപതി തന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നത്. പ്രധാനമന്ത്രിയാണ് മന്ത്രിസഭയുടെ തലവൻ ആയതിനാൽ മന്ത്രിസഭയുടെ തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിട്ട് മാറുന്നു. പഠിച്ചല്ലോ ഈ ബംഗ്ലാ. ഞാൻ ഈ അങ്ങനെ തരുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചിട്ടായിരിക്കും ആര് പ്രവർത്തിക്കുക, രാഷ്ട്രപതി തന്റെ അധികാരങ്ങളൊക്കെ വിനിയോഗിക്കുക. പ്രധാനമന്ത്രിയാണ് മന്ത്രിസഭയുടെ തലവൻ. പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാണ്, പ്രധാനമന്ത്രിയാണ്. പാർലമെന്ററി വ്യവസ്ഥ, നമ്മുടെ ഇന്ത്യ കൈക്കൊള്ളുന്നത് ഏതാണ്, പാർലമെന്ററി വ്യവസ്ഥയാണ് അല്ലെ. ആ പാർലമെന്ററി വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിക്ക് ലോകസഭയുടെ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിരിക്കണം. അവിടെ രാജ്യസഭ എന്നൊക്കെ വരും, അല്ല, നമ്മൾ എവിടേക്കാണ് ഇവരെ വോട്ട് ചെയ്തിട്ട് അയക്കുന്നത്, ലോകസഭ ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ലോകസഭയിലേക്കല്ലേ, രാജ്യസഭയ്ക്കാണോ, അല്ല. പാർലമെന്ററി വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിക്ക് ലോകസഭയുടെ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിരിക്കണം. ഈ ഭൂരിപക്ഷം പ്രധാനമന്ത്രിയുടെ അധികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ഭൂരിപക്ഷ പിന്തുണ നഷ്ടപ്പെടുന്ന അവസരത്തിൽ തന്നെ പ്രധാനമന്ത്രിക്ക് അധികാരം നഷ്ടപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിച്ചോളൂ, 2015 മോദി ഇലക്ഷൻ വന്നു, പ്രധാനമന്ത്രിയായിട്ട് വന്നു. അന്ന് ഇവർ നല്ല രീതിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അല്ലെ, നല്ല ലെവലായിരുന്നു ഇവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അന്ന് വേറെ പാർട്ടിക്കാർക്ക് ഇവരെ ഒന്ന് തൊടാൻ പോലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പോലും ഇവർക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, മറ്റു പാർട്ടിക്കാർക്ക് ഇല്ല. എന്നാൽ ഇപ്പൊ നമ്മുടെ ഈ 2024 നടന്ന ഇലക്ഷനിൽ ഇവർക്ക് ഭൂരിപക്ഷം കുറഞ്ഞു ഇല്ലേ, കാരണം പ്രതിപക്ഷ പാർട്ടികൾ അവിടെ വന്ന് കയറിയില്ലേ, ഒപ്പത്തിനൊപ്പം ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്ത് തന്നെ സീറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് അവസ്ഥ, അന്ന് നമുക്കറിയാം 2024 ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് അവിടെ ഓരോ സ്ഥാനത്തിനും വേണ്ടിയിട്ട് ഓരോ പാർട്ടികളും അല്ലെ, ഞങ്ങൾക്ക് ആ ഇത് വേണം, ഞങ്ങൾക്ക് ഇത് വേണം, മറ്റു പ്രതിപക്ഷ പാർട്ടികൾ അടക്കം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഭൂരിപക്ഷം കുറഞ്ഞപ്പോഴല്ലേ. അപ്പൊ അവിടെ പ്രധാനമന്ത്രിയുടെ റോൾ അവിടെ കുറയുകയാണ് ചെയ്തത്. പക്ഷെ 2015 നോക്കിക്കേ, അവിടെ എന്തെങ്കിലും ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ മോദി എന്തായിരുന്നു, അന്ന് ശക്തനായ ഒരു നേതാവായിരുന്നു അല്ലേ. അപ്പൊ അതാണ് ഒരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ.
സ്വതന്ത്ര ഇന്ത്യയിൽ ഏറെക്കാലം കോൺഗ്രസ് കക്ഷിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും ആ കക്ഷിയുടെ നേതാവാകും പ്രധാനമന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട്. അറിയാം, നമുക്ക് കുറേ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയായിരുന്നു അല്ലേ. 1989 മുതൽ ഒരു കക്ഷിക്കും ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1989 മുതൽ, അതായത് അതിന് മുമ്പൊക്കെ എന്തായിരുന്നു, കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു. അപ്പോൾ ഒരു കക്ഷിക്കും ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത, കാരണം ജനങ്ങൾക്ക് വിവരമുണ്ട് അല്ലേ. അത്തരം സാഹചര്യത്തിൽ വിവിധ കക്ഷികൾ ചേർന്ന് മുന്നണി രൂപീകരിച്ച് സഭയിൽ ഭൂരിപക്ഷം നേടുന്നു. അത്തരം സാഹചര്യത്തിൽ മുന്നണിക്ക് ഏറ്റവും സ്വീകാര്യനായ നേതാവാണ് പ്രധാനമന്ത്രി ആവുന്നത്. ഔപചാരികമായിട്ട് ലോകസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്നയാളെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയായി നിയമിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോ അങ്ങനെ വരും കേട്ടോ. നമ്മളിപ്പോ വീട്ടിലിരുന്ന് പഠിക്കുന്ന പോലെ അല്ലല്ലോ നമുക്ക് എക്സാം ഹാളിൽ, ആണോ? അല്ല. അപ്പൊ നമ്മൾ അതാണ് പറയുന്നത്, നമ്മൾ ഓരോ പോയിന്റും വായിക്കുമ്പോൾ ശ്രദ്ധ തിരിച്ചിട്ടൊന്ന് വായിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പം ലോകസഭയില് ഭൂരിപക്ഷം ലഭിക്കുന്നയാളെ, പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഇതിൽ രാജ്യസഭ എന്നൊക്കെ ഉണ്ടാവും, നമ്മള് ഓപ്ഷൻ ഒക്കെ വായിച്ചങ്ങോട്ട് ബബിൾ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്കത് ലോകസഭയാണ് രാജ്യസഭയാണെന്നൊക്കെ ഒന്ന് കണ്ണൊക്കെ ഒന്ന് ഇങ്ങനെ തുറച്ചു നോക്കേണ്ട അവസ്ഥയാണല്ലേ നമ്മളൊക്കെ എക്സാം ഹാളിൽ പോയിട്ടുള്ള ഒരു അവസ്ഥ. പക്ഷെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷനും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ ഓപ്ഷനും വായിക്കുന്ന സമയത്ത് 4 ഓപ്ഷനും വായിച്ച് അതിനൊരു നിശ്ചിത സമയം ഓരോ ക്വസ്റ്റ്യനും കൊടുത്തിട്ട് മാത്രമേ അടുത്ത കോലിക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. മന്ത്രിസഭാംഗങ്ങൾ ആരെല്ലാമാണെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, മന്ത്രിസഭാംഗങ്ങൾ ആരൊക്കെ വേണമെന്നുള്ള രാഷ്ട്രപതിയാണ് തീരുമാനിക്കുക, അല്ല പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുക. അവരുടെ വകുപ്പുകളും പദവിയും ഏതെല്ലാമാണെന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. കണ്ടില്ലേ, നമ്മളിപ്പോ ഓരോരുത്തരുടെ വകുപ്പ് മന്ത്രി നമുക്കറിയാം. ഇപ്പൊ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? പ്രഹ്ലാദൻ ജോഷിയാണ് അല്ലേ. ഇപ്പൊ പഠിച്ചോളൂട്ടാ, നമുക്ക് ഉപഭോക്തൃ അവകാശമൊക്കെ പഠിക്കാനുണ്ട്. അതിൽ ഉപഭോക്തൃ കമ്മീഷനൊക്കെ ഇല്ലേ. ഇപ്പൊ ആരാണ് അതിന്റെ തലവൻ പറയുന്നത്? കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രിയല്ലേ ഉപഭോക്തൃ കമ്മീഷനിലെ പ്രധാനമന്ത്രിയാണ് അല്ല, അവിടെ പ്രധാനമന്ത്രിക്ക് റോളില്ല. അപ്പോൾ അതൊക്കെ പഠിക്കുക. ആരാണ്? പ്രഹ്ലാദൻ ജോഷിയാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ ആ വകുപ്പ് അയാൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ആരോ തന്നെയാണ്? പ്രധാനമന്ത്രിയാണ്. ഓരോരുത്തരുടെയും പ്രവർത്തന പരിചയവും രാഷ്ട്രീയ പ്രാധാന്യവും കണക്കിലെടുത്താണ് ക്യാബിനറ്റ് മന്ത്രി, സഹമന്ത്രി, ഉപമന്ത്രി തുടങ്ങിയ പദവികൾ തീരുമാനിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രവർത്തനം, ഇപ്പൊ നമ്മൾ പറഞ്ഞ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രിയാണ് പ്രഹ്ലാദൻ ജോഷി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്, ഈ കൺസ്യൂമറുമായിട്ട് നല്ല കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് നല്ല അറിവുള്ള ഒരു വ്യക്തി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും എന്ത് ചെയ്തത്, അദ്ദേഹത്തിന് ആ പദവി കൊടുത്തത്. അപ്പോൾ പ്രവർത്തന പരിചയവും രാഷ്ട്രീയ പ്രാധാന്യവും കണക്കിലെടുത്താണ് ക്യാബിനറ്റ് മന്ത്രി, സഹമന്ത്രി, ഉപമന്ത്രി തുടങ്ങിയ പദവികള് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയാണ് സ്വന്തം പാർട്ടിയിൽ നിന്നോ ഘടക കക്ഷികളിൽ നിന്നോ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങൾ ആയിരിക്കണം. പ്രധാനമന്ത്രിയും മന്ത്രിമാരൊക്കെ ആരായിരിക്കണം? പാർലമെന്റ് അംഗങ്ങളായിരിക്കണം. പാർലമെന്റ് അംഗമല്ലാത്ത ഒരാള് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു പാർലമെന്റ് അംഗങ്ങൾക്ക് മാത്രമേ പ്രധാനമന്ത്രിയും മന്ത്രിമാരൊക്കെ ആകാൻ പറ്റുള്ളൂ. ഇനി അഥവാ പാർലമെന്റ് അംഗമല്ലാത്ത ഒരാള് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകുകയാണെങ്കിൽ നോക്കൂ, 6 മാസത്തിനുള്ളിൽ മന്ത്രിസഭാംഗങ്ങൾ ആരെല്ലാമാണെന്ന് തീരുമാനിക്കുന്നത്. അത് പറഞ്ഞു ഒന്നില്ലേ നമ്മള്. ഇവിടെ നമുക്ക് നോക്കൂ, പാർലമെന്റ് ഇവിടെ നോക്കൂ, പാർലമെന്റ് അംഗമല്ലാത്ത ഒരാള് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം. ഓക്കെ, ഇനി മന്ത്രിസഭയുടെ വലിപ്പം നോക്കാം. സൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. 2003 ഭേദഗതി ശ്രദ്ധിച്ചിരിക്കണം. നോക്കോട്ടെ, ഈ ബോക്സിൽ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വരും. ഇനി നെക്സ്റ്റ് എൽഡിക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 2003 91 ഭരണഘടനാ ഭേദഗതി നിയമത്തിന് മുമ്പ് മന്ത്രിസഭയുടെ വലിപ്പം നിശ്ചയിച്ചിരുന്നത് അതത് കാലത്തെ അടിയന്തര സ്ഥിതിയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. അതായത് 2003 പഠിച്ചോ, 91 ഭേദഗതി. 2003 91 ഭേദഗതിയിലാണ് എന്ത് കൊണ്ടുവന്നത്? അതായത് വലിപ്പമുള്ള ഒരു മന്ത്രിസഭ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ്, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് നയിക്കില്ലേ. അതുപോലെ തന്നെ കൂടാതെ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥയിലൊക്കെ എന്ത് ചെയ്യും, മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന പ്രവണതയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. അതൊക്കെ എന്തായാലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പല സംസ്ഥാനങ്ങളിലും ഇത്ര പ്രവണത ഉണ്ടായിരുന്നു. അതിനാൽ മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ എത്രയാണ്, 15% കവിയരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി നടപ്പിലാക്കേണ്ടി വന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭകൾ കേട്ടോ, ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ, ഇപ്പൊ ലോകസഭയിൽ ആകെ അംഗസംഖ്യയുടെ, അതായത് സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭകളെ 15% കവിയരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി. അതായത് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് 15 മന്ത്രിമാരെ പാടുള്ളൂ.
ഓക്കെ, എത്രയാണ്? 15 മന്ത്രിമാരെ പാടുള്ളൂ. പക്ഷെ 12 കുറയാനും പാടില്ല കേട്ടോ. 12 കുറയാനും പാടില്ല. ഓക്കെ, അപ്പൊ ഈ 15 എന്നുള്ളത് നോക്കുക. അപ്പൊ ലോകസഭയുടെ ആകെ അംഗസംഖ്യയുടെ 15% കവിയരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 2003 91 ഭേദഗതിയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂട്ടുത്തരവാദിത്തം? ലോകസഭയോടാണ് കൂട്ടുത്തരവാദിത്തം ഉള്ളത്. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നത് ലോകസഭയ്ക്കല്ലേ, രാജ്യസഭയ്ക്കല്ലല്ലോ. അപ്പൊ മന്ത്രിസഭയ്ക്ക് ആരോടാണ്? ലോകസഭയോടാണ് കൂട്ടുത്തരവാദിത്തം ഉള്ളത്. ലോകസഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭ രാജിവെക്കണം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ആണല്ലേ, ലോകസഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ട മന്ത്രിസഭ എന്ത് ചെയ്യണം? രാജിവെക്കണം. പാർലമെന്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന നിലയിൽ മന്ത്രിസഭ പാർലമെന്റിന് വേണ്ടി കൂട്ടായ്മയോടെ ഭരണം നടത്തുന്നു എന്ന തത്വത്തിലാണ് ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. കൂട്ടുത്തരവാദിത്തം എന്നത് മന്ത്രിസഭയുടെ ഐക്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ഒരു മന്ത്രിക്കെതിരെയുള്ള അവിശ്വാസം മന്ത്രിസഭയുടെ തന്നെ രാജിയിലേക്കും നയിക്കും. അപ്പൊ നല്ല രീതിയിൽ മന്ത്രിസഭ കൊണ്ടുപോയാൽ മാത്രമാണ് അതിനെ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? മന്ത്രിസഭ പിരിച്ചുവിടേണ്ട അവസ്ഥ വരും. അതുപോലെ തന്നെ ഒരു മന്ത്രിക്ക് മന്ത്രിസഭയുടെ തീരുമാനങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ തീരുമാനം എന്തായാലും അദ്ദേഹം നിർബന്ധമായും അത് അംഗീകരിക്കുകയോ രാജിവെക്കുകയോ വേണം. നോക്കൂ, ഒരു മന്ത്രിക്ക് മന്ത്രിസഭയുടെ തീരുമാനങ്ങളിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ തീരുമാനം എന്തായാലും എന്താണ്? അദ്ദേഹം നിർബന്ധമായും അത് അംഗീകരിക്കുകയോ രാജിവെക്കുകയോ വേണം. കൂട്ടുത്തരവാദിത്തം നിലനിൽക്കുമ്പോൾ മന്ത്രിസഭയുടെ ഏതൊരു നയവും പിന്തുടരാൻ എല്ലാ മന്ത്രിമാരും ബാധ്യസ്ഥരാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്ക് ഗവൺമെന്റിൽ ഉന്നതമായ സ്ഥാനമാണുള്ളത്. ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്ക് ഗവൺമെന്റിൽ ഉന്നതമായ സ്ഥാനമാണ്. പ്രധാനമന്ത്രി ഇല്ലാതെ മന്ത്രിസഭ ഒരിക്കലും നിലനിൽക്കില്ല. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റതിന് ശേഷമാണ് ഏത് വരിക? മന്ത്രിസഭ വരിക. ആദ്യം പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മന്ത്രിസഭ വരുന്നത്. പ്രധാനമന്ത്രിയുടെ മരണമോ രാജിയോ സ്വാഭാവികമായും മന്ത്രിസഭയുടെ അന്ത്യത്തിലേക്ക് നയിക്കുന്നു. ഇനി പ്രധാനമന്ത്രി മരണപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കുകയോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യണു? ആ മന്ത്രിസഭ തന്നെ എന്ത് ചെയ്യുന്നു? അത് അതിന്റെ അന്ത്യത്തിലേക്ക് നയിക്കും. അതേസമയം ഒരു മന്ത്രിയുടെ പുറത്താക്കലോ രാജിയോ ആ മന്ത്രിയുടെ ഒഴിവ് മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. അല്ലെ, ഇപ്പൊ ഒരു പ്രധാനമന്ത്രി ഒന്നുമില്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കുക, ഏത് രണ്ട് ചെയ്തു കഴിഞ്ഞാൽ ആ മന്ത്രിസഭ എന്ത് ചെയ്തു? ബിഗ് സീറോ അല്ലെ. എന്നാൽ ഈ പ്രധാനമന്ത്രി മന്ത്രിസഭയിലത്തെ ഒരു മന്ത്രി എന്ത് ചെയ്യാണ്? ഒരു മന്ത്രി രാജിവെക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അവിടെ ആ ഒരാളുടെ ഒഴിവേ വരുന്നുള്ളൂ. അതിലേക്ക് വേറൊരാളെ അവർക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രിയുടെ പവർ ഒന്ന് നോക്കണം. മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും പാർലമെന്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയെ ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത്. വെരി വെരി ഇമ്പോർട്ടന്റ്. നോക്കിക്കോളൂ, ആരാണ് പ്രധാനമന്ത്രിയെ ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ചോദിച്ചാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് പ്രധാനമന്ത്രിയെ ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത്. നെഹ്റു പ്രധാനമന്ത്രി മന്ത്രിസഭയുടെ ഭരണസംബന്ധമായ തീരുമാനങ്ങൾ, നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ രാഷ്ട്രപതിയെ അറിയിക്കാനുള്ള ഭരണഘടനാ ഉത്തരവാദിത്തം ആർക്കുണ്ട്? പ്രധാനമന്ത്രിക്കുണ്ട്. ഇപ്പൊ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ വരുമല്ലോ അല്ലെ, അതൊക്കെ ആരിനെ അറിയിക്കണം? രാഷ്ട്രപതി അറിയിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഗവൺമെന്റിന്റെ സുപ്രധാന തീരുമാനങ്ങളിലും നയരൂപീകരണത്തിലും പ്രധാനമന്ത്രിക്ക് സുപ്രധാന പങ്കുണ്ട്. മന്ത്രിസഭയുടെ മേലുള്ള നിയന്ത്രണം, ലോകസഭയിലെ നേതൃത്വം, ബ്യൂറോക്രസിയുടെ മേലുള്ള ആജ്ഞാശക്തി, മാധ്യമ സ്വാധീനം, തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്ന വ്യക്തി വൈശിഷ്ട്യങ്ങൾ, അന്തർദേശീയ ഉച്ചകോടികളിലും വിദേശ പര്യടനങ്ങളിലും ഉണ്ടാകുന്ന ദേശീയ നേതാവ് എന്ന പ്രതിച്ഛായ തുടങ്ങി വ്യത്യസ്ത രൂപങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ പ്രകടമാകുന്ന. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാൻ വരുമ്പോൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഓരോരോ പോയിന്റും എന്ത് ചെയ്യുക? ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. പ്രധാനമന്ത്രിയുടെ അധികാരവും അതിന്റെ യഥാർത്ഥ പ്രയോഗവും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു കക്ഷിയിൽ നിന്നുള്ളവരാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനം ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ശക്തമാണ്. അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 2015 ഇലക്ഷൻ കഴിഞ്ഞതും ഇപ്പോഴത്തെ ഇലക്ഷൻ കഴിഞ്ഞതും നമ്മൾ വ്യത്യാസമില്ലേ. ഇപ്രാവശ്യത്തിൽ പ്രധാനമന്ത്രി എന്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. കാരണം ഭൂരിപക്ഷം കുറവാണ്. അതുകൊണ്ടാണ്. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയിൽ നിന്നുള്ളവരാണെങ്കിലോ പ്രധാനമന്ത്രി മന്ത്രിസഭയുമെങ്കിൽ എന്താണ്? ഒരിക്കലും അവരെ ചോദ്യം ചെയ്യാൻ ഒരു തരത്തിലും കഴിയില്ല. എന്നാൽ മുന്നണി ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുമ്പോൾ സ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമാകുന്നുണ്ട്. 1989 മുതൽ വിവിധ മുന്നണി ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നതിന് നമ്മൾ സാക്ഷികളാണ്. അവയിൽ പലതും ലോകസഭയുടെ കാലാവധി തികച്ചിട്ടില്ല.
അവർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് രാജിവെക്കുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചില വ്യത്യാസങ്ങളോടുള്ള പാർലമെന്ററി എക്സിക്യൂട്ടീവ് തന്നെയാണ് സംസ്ഥാന തലങ്ങളിലും എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ പ്രധാനമന്ത്രിയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പവർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി സംസ്ഥാനത്തെ രാഷ്ട്രപതി നിയമിക്കുന്ന ആരാണ്? ഗവർണർ അല്ലെ. കേന്ദ്രത്തിലാകുമ്പോൾ ആരാണ്? രാഷ്ട്രപതി. സംസ്ഥാനത്തിലാകുമ്പോൾ ആരാണ്? ഗവർണറാണ്. ഇനി സംസ്ഥാനത്തെ രാഷ്ട്രപതി നിയമിക്കുന്ന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? അപ്പോ രാഷ്ട്രപതിയാണ്. ആരുടെ ഉപദേശാനുസരണം? കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപദേശാനുസരണമാണ് രാഷ്ട്രപതി ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണറെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയെ പോലെ മുഖ്യമന്ത്രിയും നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവാണെങ്കിലും ഗവർണർക്ക് കൂടുതൽ വിവേചനാധികാരങ്ങൾ ഉണ്ട്. എന്നിരുന്നാലും സംസ്ഥാന തലത്തിലും പാർലമെന്ററി വ്യവസ്ഥയുടെ പ്രധാന തത്വങ്ങൾ നിലനിൽക്കുന്നു. അതായത് കേന്ദ്രത്തിലെ പ്രസിഡന്റിന് എന്തുണ്ട്? കുറെ വിവേചനാധികാരങ്ങളുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തിലും ഗവർണർക്ക് കുറെ വിവേചനാധികാരങ്ങളുണ്ട്. എങ്കിലും ഇവിടെ ആർക്ക് തന്നെയാണ് പരമാധികാരം എന്ന് പറയുന്നത്? പ്രധാനമന്ത്രിക്ക്. സംസ്ഥാനത്തിൽ ആർക്കാണ്? CM-നാണ്. ഇന്ത്യയിലെ ബ്യൂറോക്രസി നമുക്ക് നോക്കാം. ഉദ്യോഗസ്ഥ വൃന്ദത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ബ്യൂറോക്രസി ഇന്നൊരു സങ്കീർണമായ വ്യവസ്ഥയാണ്. അഖിലേന്ത്യാ സർവീസ്, സംസ്ഥാന സർവീസ്, പ്രാദേശിക ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നടത്തുന്ന സാങ്കേതിക, മാനേജീരിയൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥന്മാർ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ ചേർന്നതാണ് ഒരു ഇന്ത്യൻ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അഖിലേന്ത്യാ സർവീസ്, സംസ്ഥാന സർവീസ്, പ്രാദേശിക ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാങ്കേതിക, മാനേജീരിയൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥന്മാർ എന്നിവരെല്ലാം അതിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രീയ നിഷ്പക്ഷതയും വൈവിധ്യവും പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ബോധവാന്മാരായിരുന്നു അല്ലെ. കാരണം ഉദ്യോഗസ്ഥ വൃന്ദം നല്ല രീതിയിൽ ആയെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് തന്നെ ഓരോരോ അഭിപ്രായം ഉണ്ട്. ഓരോ ഓഫീസിൽ കയറുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പരാതികളൊക്കെ കണ്ട്. പക്ഷെ പല ഉദ്യോഗസ്ഥരും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സാധാരണക്കാരുടെ ജീവിതം അവർക്ക് എന്താണ് വേണ്ടത് പറഞ്ഞാൽ ചെയ്തു കൊടുക്കേണ്ടത്. നാളെ നിങ്ങളും എന്ത് ചെയ്യണം? അതേപോലെ ആയിരിക്കണം കേട്ടോ. നല്ലൊരു ഉദ്യോഗസ്ഥ വൃന്ദമായിട്ട് തന്നെ നല്ലൊരു രീതിയിൽ മാറാനായിട്ട് സാധിക്കണം. കാരണം നമ്മൾ പഠിച്ച അത്ര നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജോലി എടുക്കുന്നത്. അപ്പൊ ആ ജോലിക്ക് ആ കഷ്ടപ്പാട് എന്ത് ചെയ്യണം? ആ കഷ്ടത്തിന്റെ വില എന്താണെന്ന് അറിയുന്നവരെ എന്ത് ചെയ്യും? അവർക്ക് സാധാരണക്കാർക്ക് സഹായിച്ചു കൊടുക്കുക കേട്ടോ. സിവിൽ സർവീസ് അഥവാ ഉദ്യോഗസ്ഥ വൃന്ദത്തെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി തെരഞ്ഞെടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. കാരണം ഓരോ ജോലിക്കും എന്ത് ചെയ്യുക? യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനങ്ങൾ എടുക്കുക. എന്താണ്? ഉദ്യോഗസ്ഥ പദവി കൊടുക്കുക. ഇന്ത്യ ഗവൺമെന്റിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? UPSC ആണ് അല്ലെ. അഖിലേന്ത്യാ സർവീസുകാരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സമാനമായിട്ട് സംസ്ഥാനങ്ങളിൽ ആരാണെങ്കിൽ അത് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നിയമിക്കുന്നത്. ശ്രദ്ധിക്കണം. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നിയമിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ അന്വേഷണത്തിന് വിധേയമായി മാത്രമേ അവരെ നീക്കം ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ പാടുള്ളൂ. ശ്രദ്ധിക്കണം. ഓക്കെ, ആരാണ്? നോക്കൂ. സുപ്രീം കോടതി ജഡ്ജിയുടെ അന്വേഷണത്തിന് വിധേയമായി മാത്രമേ, ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതി ജഡ്ജിയുടെ അന്വേഷണത്തിന് വിധേയമായി മാത്രമേ അവരെ നീക്കം ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ പാടുള്ളൂ. അതായത് UPSC വഴി നിയമിച്ചവരും PSC വഴി നിയമിച്ചവരും ഒക്കെ ഉണ്ടല്ലോ. അവരെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആര് തന്നെ? ആരാണ്? സുപ്രീം കോടതി ജഡ്ജിയുടെ അന്വേഷണത്തിന് വിധേയമായി മാത്രമേ എടുക്കാൻ കഴിയൂ. ഇനി യോഗ്യതയുടെയും കാര്യക്ഷമതയുടെയും അടിസ്ഥാനത്തിലാണ് സിവിൽ സർവീസിനെ നിയമിക്കുന്നത് എങ്കിലും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും പൊതു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ സ്ഥാനം ലഭിക്കുന്നതിനുള്ള അവസരവും ഭരണഘടന ഉറപ്പുവരുത്തുന്നു. ശ്രദ്ധിച്ചോളൂ. യോഗ്യതയുടെയും കാര്യക്ഷമതയുടെയും അടിസ്ഥാനത്തിലാണല്ലേ സിവിൽ സർവീസിനെ നിയമിക്കുന്നത്. അങ്ങനെ എങ്കിലും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും പൊതു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ സ്ഥാനം ലഭിക്കുന്നതിനുള്ള അവസരം. ഇന്നവർക്ക് മാത്രമാണ് മത്സര പരീക്ഷകൾ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്ന യോഗ്യതയുള്ളവർക്ക്, ഇന്ന ആൾക്കാർക്ക് മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരേ തുല്യത ഭരണഘടന നൽകുന്നുണ്ട്. ഈ ഉദ്ദേശത്തോടെ ദളിതർക്കും ആദിവാസികൾക്കും ഭരണഘടന തൊഴിൽ സംവരണം ഉറപ്പു നൽകുന്നു. പിൽക്കാലത്ത് സ്ത്രീകൾക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും സംവരണത്തിന് വ്യവസ്ഥ ചെയ്യുകയുണ്ടായി. അതൊക്കെ പുതിയ നിയമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ വ്യവസ്ഥകൾ ഉദ്യോഗസ്ഥ വൃന്ദത്തെ കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഒപ്പം തന്നെ സിവിൽ സർവീസിലേക്കുള്ള നിയമനത്തിൽ സാമൂഹ്യ അസമത്വങ്ങൾ കടന്നുവരില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തെരഞ്ഞെടുക്കുന്ന ഏതൊക്കെയാണ്? UPSC, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥരാണ്
സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് IAS IPS. ജില്ലാതലത്തിൽ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആരാണ്? അത് ജില്ലാ കളക്ടറാണ് അല്ലെ. കളക്ടർ സാധാരണയായി ഒരു IAS ഓഫീസർ ആണെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ സേവന വേതന വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. നോക്കൂ, സിവിൽ സർവീസുകളുടെ വർഗീകരണം അഖിലേന്ത്യാ സർവീസിൽ IAS IPS, പിന്നെ ഇത് വരുന്നുണ്ട് IFS വരുന്നുണ്ട് അല്ലെ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് വരുന്നുണ്ട്. പിന്നെ ഒരു 4 കൂടിയിട്ട് നമ്മുടെ NCERT കിടക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്മളിപ്പോ സാധാരണ അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ IAS പഠിക്കും, IPS പഠിക്കുന്നുണ്ട്, IFS പഠിക്കുന്നുണ്ട് അല്ലെ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പഠിക്കുന്നുണ്ട്. ഇതിൽ കൂടെ തന്നെ ഒരു 3-4 ഇതിൽ കൂടെ വരുന്നുണ്ട് അഖിലേന്ത്യാ സർവീസ്. നമ്മൾ NCERT ഞാൻ ഇടയ്ക്കൊന്ന് വായിച്ചതാണ്. പക്ഷെ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ നമുക്കത് അറിയാൻ കഴിയും. പക്ഷെ എനിക്കിപ്പോൾ അത് പറയാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ NCERT കിടക്കുന്നുണ്ട്. ഒരു 4 ഓപ്ഷൻ, 4 ഒരു പോസ്റ്റും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അഖിലേന്ത്യാ സർവീസിൽ വരുന്നുണ്ട്. പിന്നെ കേന്ദ്ര സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, റെയിൽവേ സർവീസ് ഒക്കെ കേന്ദ്ര സർവീസാണ്. പിന്നെ സെയിൽസ് ടാക്സ് സർവീസ്. കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രത്യേക സംസ്ഥാനത്തിൽ നിയമിതനാകുന്ന IAS അല്ലെങ്കിൽ IPS ഓഫീസർ സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ IAS പറയുന്നുണ്ടല്ലോ, കളക്ടർ, IPS ഉണ്ടല്ലേ, ഇന്ത്യൻ പോലീസ് സർവീസ് ഒക്കെ ഇല്ലേ, അവരൊക്കെ ആരുടെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ചിന്തിക്കും നിയമിക്കുന്നതൊക്കെ നമുക്കറിയാം UPSC ആണ് നിയമിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം, സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് കേട്ടോ. സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും കേന്ദ്ര ഗവൺമെന്റ് ആണ് IAS IPS ഓഫീസർമാരെ നിയമിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത് IAS-നെ IPS-നെയൊക്കെ. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിലാണ് അവരുടെ പ്രവർത്തനം. അവർക്ക് കേന്ദ്ര സർവീസിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. ഏറ്റവും പ്രധാനമായി അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ കഴിയുകയുള്ളൂ. ഓക്കെ, ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ കഴിയുള്ളൂ. സംസ്ഥാനങ്ങളിലെ പ്രധാന ഉദ്യോഗസ്ഥർ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. UPSC നിയമിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥരെ കൂടാതെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് സംസ്ഥാന ഭരണനിർവഹണം നടത്തുന്നത്. ഓക്കെ, നമ്മളൊക്കെ ഇതിന്റെ ഭാഗമാകും നാളെ. ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിച്ചേരാനുള്ള ഉപകരണമാണ് ഇത് ഉദ്യോഗസ്ഥ വൃന്ദം. കാരണം ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ ചെയ്താലാണ് നല്ല നല്ല പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചേരുള്ളൂ അല്ലെ. എന്നാൽ മിക്കപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥനെ സമീപിക്കാൻ ആളുകൾക്കാണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളോടും പ്രതീക്ഷകളോടും അനുകൂലമല്ലാത്ത പ്രതികരണമാണ് എന്ത് ചെയ്യുന്നത്? ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ സ്വീകരിക്കുക. കാരണം ഓരോ ഉദ്യോഗസ്ഥന്മാർ പോണ സമയത്ത് കണ്ടിട്ടില്ലേ, ഒരു ശ്രദ്ധിക്കാറേ ഇല്ല, ആ ഓഫീസും അധികാരവും ഒക്കെ അവർക്ക് മാത്രമാണ് എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടായിരിക്കും. ഇനി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയന്ത്രിച്ചാൽ മാത്രമേ ചില പ്രശ്നങ്ങളെങ്കിലും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ജനാധിപത്യ രീതിയിലൂടെ നമ്മളൊരു ഗവൺമെന്റിനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ കേരളത്തിലാണെങ്കിലും നമ്മൾ ലോകസഭയ്ക്കാണെങ്കിലും ഒക്കെ നമ്മൾ ജനാധിപത്യ ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ അവര് തന്നെ എന്ത് വേണം? ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ അച്ചടക്ക നടപടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേസമയം തന്നെ അമിതമായ രാഷ്ട്രീയ ഇടപെടൽ അല്ലെ, അറിയാം ഒന്നും കഴിയില്ല. ഇന്നെന്താണ്? അമിതമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉദ്യോഗസ്ഥ വൃന്ദത്തെ രാഷ്ട്രീയക്കാരുടെ കൈകളിലെ ഉപകരണമായിട്ട് മാറ്റുകയും ചെയ്തു. ഭരണഘടന ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നിയമനത്തിന് വേണ്ടി ഒരു സ്വതന്ത്ര സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരെ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ രാഷ്ട്രീയ ഇടപെടലിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു വ്യവസ്ഥയും ഇല്ല എന്ന് ധാരാളം ആളുകൾ ചിന്തിക്കുന്നു. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പൗരന്മാരോടുള്ള ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ വകുപ്പുകൾ ഇല്ല എന്ന തോന്നലും നിലനിൽക്കുന്നു. കാരണം ഒരു ഉദ്യോഗസ്ഥൻ ഒരു ആള് പോണ സമയത്ത് ഇന്നത് ചെയ്താ ഇന്നതാണ് എന്നുള്ളത് ഒരിക്കലും എന്ത് കുറ്റം പറഞ്ഞിട്ട്, അതായത് ശിക്ഷ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ ഭരണഘടനയിൽ കൊടുത്തിട്ടില്ല. അതൊക്കെ എന്താണ്? ഇവർക്കൊരു എളുപ്പമാണ്. വിവരാവകാശം പോലുള്ള നടപടികൾ ചെറിയൊരു അളവ് വരെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ചുമതലാ ബോധമുള്ളവരും ഉത്തരവാദിത്ത ബോധമുള്ളവരാണെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണം അല്ലേ. കാരണം ഉദ്യോഗസ്ഥ വൃന്ദം നല്ല രീതിയിൽ തന്നെ ഭരണം, അതായത് നല്ല രീതിയിൽ ഓഫീസ് വർക്കുകൾ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇന്ന ശിക്ഷ എന്നൊരു ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ എന്താണ്? അതൊരു പേടി ഉണ്ടാവും അല്ലേ. പക്ഷെ ഇപ്പൊ ഇല്ല. എന്താണ്? അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ്? പിന്നെ രാഷ്ട്രീയ ഇടപെടലും ഒക്കെ എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തെ തകരാറിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു വിവരാവകാശം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? കുറച്ചെങ്കിലും ചുമതലാ ബോധമുള്ളൊരു ഉത്തരവാദിത്തമുള്ളവരാക്കാം. നാളെ നിങ്ങൾ അങ്ങനെയൊന്നും ആകരുത് കേട്ടോ. നല്ല രീതിയിൽ നല്ലൊരു ഓഫീസർ, നല്ലൊരു അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് തന്നെ ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥയും ഒക്കെ ആയിട്ട് മാറട്ടെ. അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്ന, ടുമോറോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ പറയുകയാണ്, നല്ല രീതിയിൽ വിജയിച്ച് വരാനായിട്ട് സാധിക്കട്ടെ. നാളെ എക്സാമിന് എഴുതാൻ പോണ ഒരു ക്വസ്റ്റ്യൻ 1 മുതൽ ഞാൻ എൻ്റെ ഒരു പരിചയത്തിൽ പറഞ്ഞു തരികയാണ്, 1 മുതൽ 100 വരെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. നിങ്ങൾ ഓരോ പേജിലായിട്ട് എടുക്കുക. ഫസ്റ്റ് പേജ് നമുക്കറിയാലോ, ഫസ്റ്റ് പേജ് തന്നെ ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ 6 ക്വസ്റ്റ്യൻ, അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഫസ്റ്റ് ഈ 6 ക്വസ്റ്റ്യൻ എടുക്കുക.
ഫസ്റ്റ് ഈ 6 ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ഈ 6 ഒരു ഫസ്റ്റ് പേജ് 6 എത്ര എണ്ണം അറിയും നോക്കുക. 1 2 3 4 ബബിൾ ചെയ്യാൻ വേണ്ട. 4 എത്ര എണ്ണം അറിയും? 4 കൺഫേം, ഉറപ്പാണ്. ഇനി ഒരു കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ മാത്രം റൗണ്ട് ഇട്ട് ബാക്കി 4 എന്ത് ചെയ്യുക, റൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ പോകുക. അടുത്ത പേജ് എടുക്കുക. ആ 5 ക്വസ്റ്റ്യനിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻ അറിയും നോക്കുക. അതിൽ ഒരു 5 അറിയാം. ഓക്കെ, അവിടെ കഴിഞ്ഞു. 5 പബ്ലിഷ് ചെയ്ത് പോയി. ബാക്കി ഇവിടെ അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പേജ് എടുക്കുക. ഇത് 1ാമത്തെ പേജ്, ഇത് 2ാമത്തെ പേജ്, ഇത് 3ാമത്തെ പേജ് എത്തി. ഇവിടെ 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 6 ക്വസ്റ്റ്യൻ ഏതൊക്കെ ക്വസ്റ്റ്യൻ അറിയുന്നു ഫുള്ള് പക്ക അറിയാൻ നോക്കുക. ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ മാത്രമേ അറിയുള്ളൂ, 2 കൺഫ്യൂഷൻ ഉണ്ടാവും. ആ 2 മാത്രം റൗണ്ട് ചെയ്യുക. ബാക്കി 3 2 5 ബാക്കി ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എവിടെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അവിടെ പിന്നെ ശ്രദ്ധിക്കാനേ പോകണ്ട. ഓക്കെ, പിന്നെ അങ്ങനെ വരിക. അങ്ങനെ എന്ത് ചെയ്യുക, 100 ക്വസ്റ്റ്യൻ അവസാനം എത്തി. ഓക്കെ, അപ്പൊ നമുക്ക് 100% ഉറപ്പുള്ള എത്ര ക്വസ്റ്റ്യൻ ബബിൾ ചെയ്തിട്ടുണ്ട് ഉദാഹരണം വെക്കുക. ഒരു നല്ല പഠിച്ച ഉദ്യോഗാർത്ഥിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നല്ലോണം പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് സിലബസിനെയൊക്കെ പക്ക നല്ലോണം ആക്കി പഠിച്ച വ്യക്തിനോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 55 100% ഉറപ്പുള്ള ഒരു 55 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഉറപ്പാക്കി വെച്ചു. കാരണം 55 ചെയ്യാൻ ആ ഒരു നല്ല പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ എന്താണ്, ആ ക്വസ്റ്റ്യൻ നല്ല ടഫാണ്. ഇനി ബാക്കി എന്ത് ചെയ്യുക, ഈ റൗണ്ട് ഇട്ട് പോയ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. ആ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റൗണ്ട് ഇട്ട് പോയിട്ടുണ്ട് എങ്കിൽ ഈ 15 സെലക്ട് ചെയ്യുക. ഏറ്റവും നന്നായി അറിയാവുന്ന ഈ 15 15 ഇതില്ല കുഴപ്പമില്ല, ഇതന്നെ അങ്ങനെയല്ല, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഈ 15 ക്വസ്റ്റ്യനിൽ റൗണ്ട് ഇട്ടതുണ്ടല്ലോ, ആ 15 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊരു എന്താ പറയുക, ഒരു 75% ഉറപ്പുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കറുപ്പിക്കാൻ നോക്കുക. ഓക്കെ, ഒരു 75% ഇല്ല ഇത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഉറപ്പ്, നല്ല രീതിയിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇതൊന്നും ഒരു 15 ഒരു 5 ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി തീരെ അറിയുന്നില്ലയോ, അവിടെ അങ്ങോട്ട് വിട്ടിട്ട് വരിക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നല്ലൊരു നാളെ വൈകുന്നേരം എന്ന് പറയുന്നത്, നാളെ എക്സാം ഒക്കെ അതിന് വീട്ടിലെത്തുമ്പോൾ നല്ലൊരു അനുഭവം തന്നെ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് വികസിപ്പിച്ച് തരണേ. താങ്ക്